ഹായ് ബോയ്സ്. എടാ നമ്മൾ പലരും ജിമ്മിൽ പോണതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൈ ഒന്ന് സൈസ് വയ്ക്കാൻ എന്നായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ തന്നെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പർ ബോഡി ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ലോവർ ബോഡിയെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. കൈ ഒന്ന് സൈസ് വയ്ക്കാനായിട്ടുള്ള പ്രധാന ഉദ്ദേശത്തിൽ നമ്മൾ എല്ലാവരും കൂടെ പോയി അടിക്കുന്ന സാധനമാണ് ബൈസെപ്സ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഇരിക്കണം. പക്ഷെ ഇപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാ, കൈയിലെ മൂന്നിൽ രണ്ട് ഭാഗവും കോൺട്രിബ്യൂട്ട് ചെയ്യണത് ട്രൈസെപ്സ് ആണ്. അപ്പൊ ട്രൈസെപ്സിന് സൈസ് അടിച്ചാലേ കൈക്ക് സൈസ് വയ്ക്കൂ എന്നുള്ള ബോധം ആർക്കും ഇല്ല. മെജോറിറ്റി ആയിട്ടുള്ള ഒരു പോർഷൻ അടിച്ചാലല്ലേ കൈക്ക് സൈസ് വയ്ക്കുള്ളൂ. അപ്പൊ അതിന് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കണം. ട്രൈസെപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കണം, 3 മസിലാണ് അതിൽ കണ്ടെയ്ൻ ചെയ്യണത്. ഒരു ലോങ് ഹെഡ്, ഒരു മീഡിയൽ ഹെഡ്, ഒരു ലാറ്ററൽ ഹെഡ്. അങ്ങനെ മൂന്ന് പോർഷൻ ആയിട്ടായിരിക്കും ട്രൈസെപ്സിനെ നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്താലേ ആ കൈക്ക് അവിടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഫിഗർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ലോങ് ഹെഡിന്റെ കാര്യം പറയാം. ട്രൈസ് നമ്മൾ എടുക്കുമ്പോൾ എൽബോ തൊട്ട് നമ്മുടെ ഷോൾഡറിൽ വന്ന് ഇപ്പുറത്ത് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു പോർഷനാണ് ലോങ് ഹെഡ്. ലോങ് ഹെഡ് അടിച്ച് നല്ലൊരു കൈ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. കാര്യം ആ ഒരു റാ ഷേപ്പ്, കൈയുടെ അടിയിൽ ഇങ്ങനെ ഒരു റാ പോലെ തൂങ്ങി നിൽക്കുന്ന ആ മസിൽ, അതായത് കൈക്ക് ഇങ്ങനെ വൈഡാക്കി വരെയാണത്. അപ്പൊ ആ ഇങ്ങനെ ഒരു ആർച്ചിലേക്ക് ഷേപ്പ് തരണത് ലോങ് ഹെഡാണ്. ലോങ് ഹെഡ് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട സാധനം, കൈ ബാക്കിൽ ഷോൾഡർ സ്ട്രെച്ച് ചെയ്ത് കൈ ബാക്കിൽ പോയാൽ മാത്രമേ ഇങ്ങനെ അടിക്കൂലേ നമ്മൾ കൈ കൊണ്ടുപോയി ട്രൈസിന്. അപ്പൊ അങ്ങനെ അടിക്കുന്നതെല്ലാം ലോങ് ഹെഡിന് വേണ്ടിയാണ് ആക്റ്റീവ് ആവണം. അപ്പൊ അതിന് പലതരം വർക്കൗട്ടുകളുണ്ട്. ഒന്ന് നമുക്ക് ഡംബലിൽ ചെയ്യാം, ഒന്ന് നമുക്ക് ഈസി ബാറിൽ ചെയ്യാം, കേബിളിൽ ചെയ്യാം, കേബിളിൽ തന്നെ റോപ്പ് ഇട്ട് ചെയ്യാം. അങ്ങനെ പല വേരിയേഷൻ. നമ്മുടെ കൈയുടെ പിറകെ, അതായത് ഈ ഷോൾഡർ പിറകിലോട്ട് പോയി ഏത് വേരിയേഷനിൽ നമുക്ക് ചെയ്താലും ലോങ് ഹെഡേ പിടിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ സ്കള്ള് ചെയ്യണമെങ്കിൽ തന്നെ സ്കള്ളിന് ഇങ്ങനെ കൊണ്ടുപോയി പിറകെ ചെയ്താൽ അതും ലോങ് ഹെഡിനാണ് പിടിക്കുന്നത്. അങ്ങനെ പല വേരിയേഷനിൽ നമുക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ വേരിയേഷൻ ലാറ്ററൽ ഹെഡ്, അല്ലെങ്കിൽ നമ്മളൊരു ഹോഴ്സ് ഷൂ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ക്ലാസിക് ഹോഴ്സ് ഷൂ എന്ന് പറഞ്ഞാൽ കുതിരയുടെ കാലിലിരുന്ന ലാടം, ആ റാ പോലെ ഇരിക്കുന്ന സാധനം. എല്ലായിടവും ഏകദേശം ഒരു റായുടെ കളിയാണ് ഇതിൽ ട്രൈസ്. അപ്പൊ ഈ ലാറ്ററൽ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ആ ഹോഴ്സ് ഷൂവിന്റെ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ക്ലാസിക് ഹോഴ്സ് ഷൂ വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞ പഴയ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു എക്സ്റ്റൻഷൻ മോമെന്റ് ഏതൊരു രീതിയിൽ ചെയ്താലും നമുക്ക് ലാറ്ററൽ ഹെഡ് പിടിക്കും. അതിപ്പോ ഏതൊരു വർക്കൗട്ട് എടുത്താലും ശരി തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് സ്കൾ ക്രഷർ എടുത്താലും, നമുക്ക് ഡംബൽ സ്കൾ ക്രഷർ എടുത്താലും, അതേപോലെ ഡിപ്സ് എടുത്താലും, നമുക്ക് ഡിപ്സിന്റെ തന്നെ പല വേരിയേഷൻ എടുത്താൽ വി ബാറിൽ പുഷ് ഡൗൺ ചെയ്യണം, റോപ്പിൽ പുഷ് ഡൗൺ ചെയ്യണമെങ്കിൽ, സ്ട്രെയിറ്റ് ബാറിൽ പുഷ് ഡൗൺ ചെയ്യണമെങ്കിൽ, അങ്ങനെ ഏതെല്ലാം വർക്കൗട്ട് എടുത്താലും ഇപ്പൊ നമ്മൾ ബെഞ്ച് പ്രസ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ട്രൈസിന്റെ ഒരു പോർഷൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ അതും ലാറ്ററൽ ഹെഡാണ്. അങ്ങനെ ട്രൈസിന്റെ ഏതൊരു കൊണാപ്പി ചെയ്താലും ലാറ്ററൽ ഹെഡ് കറക്റ്റായി പിടിച്ചോളാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ബേജാറാവേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ മുമ്പ് ബൈസിന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനകത്തൊരു മസിലുണ്ട്, ബ്രാക്കിയാലിസ് എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ട്രൈസിന്റെ പുറകെ വശത്ത് ഇവിടെ ഒരു മസിലുണ്ട്. അതാണ് നമ്മൾ പറയണ മീഡിയൽ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മീഡിയൽ ഹെഡും ഉള്ളിലായി തിരിയണമെന്നുണ്ട്. മീഡിയൽ ഹെഡിനെ ആക്റ്റീവ് ആക്കി നമ്മൾ അതിനെ കുറച്ചുകൂടെ സൈസ് കയറ്റിയാൽ ട്രൈസ് ഇങ്ങനെ ഇവിടുത്തെ പോർഷൻ സൈസ് ആയിട്ട് വരും. അങ്ങനെ സൈസായി ഇന്നർ ആയിട്ടുള്ള മസിൽ കുറച്ചുകൂടെ സൈസ് ആകുമ്പോൾ ബാക്കിയുള്ള മസിലിനെ പുഷ് ചെയ്ത് വെളിയിലോട്ട് കൊടുക്കും. ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഇതിൽ. എന്നാലേ ഇത് കുറച്ചുകൂടെ മീഡിയൽ ഹെഡ് പിടിക്കുകയുള്ളൂ. മീഡിയൽ ഹെഡ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സാധനം നമ്മൾ ചെയ്യേണ്ടത് ക്ലോസ് ഗ്രിപ്പ് ബെഞ്ച് പ്രസ്. അത് ഈസി ബാറിൽ ചെയ്താലും ശരി തന്നെ, സ്ട്രൈറ്റ് ബാറിൽ ചെയ്താലും ശരി തന്നെ. ക്ലോസ് ഗ്രിപ്പ് ബെഞ്ച് പ്രസ്സിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു വേരിയേഷൻ കേബിളിൽ ചെയ്താലും മതി. ഇതും നല്ല രീതിയിൽ തന്നെ ഏകദേശം നമുക്കൊരു ബെഞ്ച് പ്രസ്സിലേക്ക് കയറാനുള്ളൊരു ബിഗിനർ സ്റ്റേജ് ആയിട്ട് നമുക്ക് ഈ കേബിളിലെ വേരിയേഷൻ ആയിട്ട് ചെയ്യാം. അപ്പൊ അതും കൂടെ ആയപ്പം നമുക്ക് ഏകദേശം ട്രൈസിന്റെ വർക്കൗട്ടുകളെല്ലാം കഴിഞ്ഞ്. ഇത്രയും ഞാൻ സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ വർക്കൗട്ടും ഞാൻ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ചെയ്യുക. എന്തൊക്കെ ചെയ്താലും ട്രൈസിന്റെ മുതുമുത്തച്ഛനായിട്ട് പറയാന്നുള്ളൊരു വർക്കൗട്ടാണ് ഡിപ്സ്. ഡിപ്സ് നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഡിപ്സ് ചെയ്യാനായിട്ട് ബിഗിനിങ് ആയിട്ട് പതുക്കെ ഷോൾഡർ മൊബിലിറ്റി കൊണ്ടുവരിക. ഷോൾഡർ മൊബിലിറ്റി ഇല്ലാതെ മറ്റേ മെഷീനിൽ കയറിയിട്ട് ഞാൻ ഈ കാണിക്കും പോലെ കണ കാണിച്ചു വെക്കണം, അത് ഡിപ്സ് അല്ല. അപ്പൊ അതാദ്യം മനസ്സിലാക്കണം. ബിഗിനർ ആയിട്ട് നമ്മൾ തുടങ്ങാനുള്ള ഒരു ക്ഷമയും, ആളുകൾ എന്ത് വിചാരിച്ചാലെന്ന് പറയുന്നത് നാണക്കേടൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് പയ്യെ നമുക്ക് പറ്റാവുന്ന സാധനങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ അഡ്വാൻസിലേക്ക് പോകും. അപ്പർ ബോഡിയിലെ സ്ക്വാട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഡിപ്സ്. ഡിപ്സ് ചെയ്താൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഡിപ്സ് നല്ല രീതിയിൽ ചെയ്താൽ തന്നെ ബോഡി തളർന്നു പോകും. അപ്പം അത് അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വർക്കൗട്ട് ആയതുകൊണ്ടാണ്. ഡിപ്സ് ചെയ്യുമ്പം ട്രൈസ് എന്തായാലും വലുതാവും, ഉറപ്പായിട്ടും വലുതാവും. വെയിറ്റഡ് ഡിപ്സ് ചെയ്താൽ പിന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കൈയൊക്കെ നമുക്ക് ഗത പോലെ കൊണ്ട് നടക്കാം. ഇതിലെ ഓരോ പാർട്ടും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞതിന്റെ കാര്യം, ഓരോ പാർട്ടിനും അതിൻ്റെതായ റോളുണ്ട്. എസ്തെറ്റിക് പരമായിട്ട് നമ്മൾ അതിനെ കാണുമ്പോൾ ഓരോ പാർട്ടും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. എന്നാലേ ആ കൈ നല്ല രീതിയിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. അല്ലാതെ ഒരു ഭാഗം ലാക്കായിരുന്നാൽ അവിടെ അതിന്റെ ഭംഗി പോയി.
നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു എസ്തറ്റിക് ബോഡി ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ ജസ്റ്റ് സൈസ് ഉണ്ടാക്കി ഒരു പെരുവി നിൽക്കാനായിട്ടല്ല ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ ഭാഗവും നമ്മൾ അതിൻ്റെതായ ഭംഗിയിലാണ് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയാണ് ഒരു ഗ്രീക്ക് ബോഡി ശരീരം നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ലോങ് ഹെഡ് അടിക്കുമ്പോഴാണ് നമുക്ക് ആ ഡ്രോപ്പ് വരണത്, കൈയിൽ ആ ഒരു ഡ്രോപ്പ്. നമ്മൾ ഡബിൾ ബൈ പിടിക്കുമ്പോൾ നമുക്ക് ആ കണ്ണാടിയിൽ കാണുമ്പം ആ കൈക്ക് ആ ഒരു ഡ്രോപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ഹെഡിൽ കളിച്ചാലേ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ലാറ്ററൽ സൈഡ് പോസ് പിടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ ഫോട്ടോയിൽ കാണും പോലെ ആ ഒരു ഏകദേശം ആ ഒരു രൂപത്തിലേക്ക് എത്താനായിട്ടാണെങ്കിൽ നമ്മൾ അതിന് ലാറ്ററൽ ഹെഡ് കളിച്ചാലേ പറ്റുള്ളൂ. അതേപോലെ തന്നെ കൈക്ക് ഓവറോൾ സൈസ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയൽ ഹെഡ് കളിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ ഏതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 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 ഏകദേശം ഒരു 10-20 തന്നെ ട്രൈസ് വേരിയേഷൻ വർക്കൗട്ടുകൾ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കാണും. പക്ഷെ നമ്മൾ ഇത്രയും സാധനങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പീക്ക് എസ് ടയറിലുള്ള വർക്കൗട്ടുകളാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത്ര തന്നെ ബോയ്സ്, ഞാൻ അതിലെ വർക്കൗട്ടുകളെല്ലാം ഞാൻ അതിൽ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ 10 ഡേ സ്പ്ലിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ 10 ദിവസത്തിനുള്ളിൽ തന്നെ 2 ട്രൈസും 2 ബൈസുകളും കവറായി വരണുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തന്നെ നമ്മുടെ കൈക്ക് നല്ലൊരു ഓവറോൾ നല്ല രീതിയിലുള്ളൊരു വർക്കൗട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടണുണ്ട്. ആവശ്യത്തിനുള്ള സ്റ്റിമുലേഷൻ എടുത്തുള്ള ഒരു വർക്കൗട്ട് തന്നെയാണ് ഞാൻ അതിൽ തന്നിട്ടുള്ളത്. എല്ലാ പാർട്ടും ഞാൻ കവറാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ സീരീസിന്റെ ഏകദേശം കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക. ഇനി പുതിയ ഓരോ പരിപാടികളായിട്ട് ഞാൻ വരണുണ്ട്. എന്താണ് പ്രോട്ടീൻ എന്നും എന്താണ് ക്രിയാറ്റിൻ ഉപയോഗിക്കാമോ, അപ്പൊ ഡയറ്റിന്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ പയ്യെ ഹോം വർക്കൗട്ട്, അങ്ങനെ കുറച്ച് പരിപാടികൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉടൻ തിരിച്ചു വരും, സെറ്റാക്കാം. ഓക്കെ ബോയ്സ്, ടേക്ക് കെയർ.